ആർട്ടോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ലോഗോകളും ചെറിയ എലമെൻറ്റുകളും ആദ്യം ചെറുതാക്കി എടുക്കുകയും ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുകയും ചെയ്ത ശേഷം പിന്നീട് അത് വലുതാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ക്വാളിറ്റി കുറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മൗസ് നമ്മുടെ ലോഗോയുടെ ലെയറിന് മുകളിൽ വെച്ചുകൊണ്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും അതിനു മുമ്പായിട്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഗ്രാഫിക് ഡിസൈനിങ്ങിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയ ഒരാളാണ് നിങ്ങളെങ്കിൽ പുതിയ ടിപ്സുകളും അപ്ഡേഷൻസും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് കീബോർഡിൽ Ctrl+T പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലോഗോ ഞാനൊന്ന് ചെറുതാക്കി എടുക്കുന്നു. അത് ഇവിടെ സെറ്റ് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ ശേഷം അത് ഒന്നുകൂടെ വലുതാക്കി എടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ലോഗോയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആദ്യം എത്ര ക്വാളിറ്റിയാണോ നമ്മുടെ ലോഗോക്കുള്ളത് അതേ ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ ലോഗോ വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്ത ശേഷം കൂടുതൽ മാറ്റങ്ങൾ നമ്മുടെ ലോഗോയിൽ വരുത്തണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ലോഗോയുടെ ലെയറിന് മുകളിലായിട്ട് മൗസ് വെച്ചുകൊണ്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഇവിടെ റാസ്റ്ററൈസ് ലെയർ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോഗോ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മാറുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ എലമെൻറ്റുകൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്മാർട്ട് ഒബ്ജക്റ്റായി കൺവേർട്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.